HMP വൈറസ് സംബന്ധിച്ച് പല ആശങ്കകളും നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ കേരളത്തിൽ ഇതുവരെ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അക്കാര്യത്തിൽ ആശ്വാസമുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ന്യൂമോ വൈറസ് അഥവാ HMPV സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ ഭൂരിപക്ഷ വാർത്തകളും തെറ്റാണ് എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇന്നലെ ചില മാധ്യമങ്ങളിൽ ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു, കണ്ടെത്തിയിരിക്കുന്നു എന്നൊക്കെ മട്ടിലുള്ള വാർത്തകൾ വന്നു. അത് തെറ്റാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അതായത് കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വൈറസ് നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. 2001 ലോകത്താദ്യമായിട്ട് ഇത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ അതിന് 50 വർഷം മുൻപ് തന്നെ ലോകത്ത് ഇതുണ്ട് അല്ലെങ്കിൽ ഈ വൈറസ് മൂലമുള്ള ജലദോഷവും പനിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ശാസ്ത്രലോകം പറയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി പരിശോധിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് പരിശോധനാ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് IAV ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി 2023-24 വർഷം, കാരണം ഈ IAV പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നമ്മൾ സാമ്പിൾസ് അയക്കുമല്ലോ, ആ സാമ്പിൾസ് അയക്കുമ്പോൾ പരിശോധിച്ചതിൽ 11 കേസസ്, അത് സാമ്പിൾ സൈസ് വളരെ കുറവാണെന്നുള്ളത് കാണണം. അപ്പോൾ 11 കേസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് ഇത് റെസ്പിറേറ്ററി പാനൽ നമ്മൾ പരിശോധിക്കുമ്പോൾ റെസ്പിറേറ്ററി പാനലിൻ്റെ പരിശോധനയിൽ ഇത് നമ്മൾ പരിശോധിക്കാറുണ്ട്. അപ്പോൾ പല തവണ നമുക്ക് നേരത്തെ തന്നെ ഇത് കണ്ടെത്തിയിട്ടുള്ളൊരു വൈറസാണ്. അപ്പോൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി വ്യക്തമായി പറയാനുള്ളത്. അത് ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇത് ഇന്നലെ അവരുടെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പുതിയ വൈറസ് അല്ല, ആദ്യമായിട്ടല്ല കണ്ടുപിടിക്കുന്നത്, ഇന്ത്യയിൽ നേരത്തെ തന്നെ ഉള്ള വൈറസാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ HMPV-യുമായി ബന്ധപ്പെട്ട് ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിന് ഒരു വാക്സിൻ അങ്ങനെയല്ല, അതിന് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ് ഉള്ളത്. അതോടൊപ്പം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജലദോഷം ഉണ്ടെങ്കിൽ നമ്മൾ ആ ജലദോഷത്തിനുള്ളത് അതല്ല, എന്തൊക്കെയാണ് ലക്ഷണം അതനുസരിച്ചിട്ടുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ് ഇതിനുള്ളത്. അതോടൊപ്പം എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ചില രാജ്യങ്ങളിൽ നല്ല രീതിയിൽ റൈസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ യാത്ര ചെയ്യുന്നവരാണല്ലോ കേരളീയർ, നല്ല രീതിയിൽ ആഭ്യന്തരമായിട്ടോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ്. അത് ആരൊക്കെ ധരിക്കണം? പ്രത്യേകിച്ച് ഗർഭിണികൾ, പ്രായമുള്ളവർ, ഗുരുതര രോഗങ്ങളുള്ളവർ മാസ്ക് ധരിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. ഇത് നമുക്ക് ഏത് രോഗത്തെയും ഇങ്ങനെയുള്ള പകർച്ച പനികളെയൊക്കെ തന്നെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കേരളം എന്ത് മുൻകരുതൽ എന്ന് ചോദിക്കുമ്പോൾ നമുക്കിത് പ്രത്യേകമായിട്ടുള്ളൊരു പുതിയ സാഹചര്യം ഇവിടെ ഇല്ല. പക്ഷേ കേരളം ഇത് നിരീക്ഷിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന ഇത് സംബന്ധിച്ച് ഇതിൽ ജനിതക മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഡോക്ടേഴ്സും ആരോഗ്യ വിദഗ്ധരും ഇതിൽ ജനിതക മാറ്റം ഇല്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു സിവിയറിറ്റി സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും ഇല്ല. അതുകൊണ്ട് ഇതുവരെ കേരളത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും രാജ്യത്ത് പലയിടത്തും ഉണ്ടായപ്പം ഇത് കുഞ്ഞുങ്ങൾക്കാണ് ഈ രോഗം ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് മാതാപിതാക്കൾക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ആശങ്കകൾക്ക് അല്ലെങ്കിൽ ആ വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്.